ചോട്ടു, ഈ പാവം പക്ഷിയെ സഹായിക്കാൻ നീ കുറച്ച് സമയം മാറ്റിവെക്ക്. നിന്റെ പ്രശ്നം എന്താ? ചേട്ടാ, എനിക്കും കൂട്ടുകാർക്കും കളിക്കാൻ പോകണം. ആരെയും സഹായിച്ച് എനിക്ക് സമയം കളയാൻ വയ്യ. ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോയി നമ്മുടെ ജീവൻ ആപത്തിലാകും. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഇപ്പോൾ? ഒരു കാട്ടിൽ സഹോദരങ്ങളായ ലംബുമാനും ചോട്ടുമാനും ഉണ്ടായിരുന്നു. ലംബുമാൻ ബുദ്ധിമാനും ദയാലുവും കഠിനാധ്വാനിയുമായിരുന്നു. എന്നാൽ ചോട്ടുമാനോ അതിന് വിപരീതവും. അവൻ ഒരു ജോലിയും ചെയ്യാതെ തന്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചു ചിരിച്ചു നടക്കുമായിരുന്നു. ഒരു ദിവസം ടീനു പക്ഷി നിലത്തിരുന്നു കരയുകയായിരുന്നു. അപ്പോൾ ചോട്ടുമാൻ തന്റെ സുഹൃത്തുക്കൾ ചിങ്കു ആനയോടൊപ്പം മോണ്ടു കുരങ്ങനോടൊപ്പവും അവിടേക്ക് വന്നു. അയ്യോ ചോട്ടുമാനെ, എന്നെ ഒന്ന് സഹായിക്കുമോ? ഇവിടെ നോക്കൂ, ഈ കുഴിയിൽ എന്റെ മുട്ട വീണു. എനിക്കത് ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? ടീനപ്പക്ഷി, ഞാൻ എൻ്റെ ബാക്കി കൂട്ടുകാരെ നോക്കി നടക്കുമായിരുന്നു. എനിക്ക് കളിക്കാൻ പോകണം. വേറെ ആരോടെങ്കിലും സഹായം ചോദിക്ക്. ഇതു പറഞ്ഞവൻ നടക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ലംബുമാൻ വന്നു. ചോട്ടു, ഈ പാവം പക്ഷിയെ സഹായിക്കാൻ നീ കുറച്ച് സമയം മാറ്റിവെക്ക്. നിന്റെ പ്രശ്നം എന്താ? ചേട്ടാ, എനിക്കും കൂട്ടുകാർക്കും കളിക്കാൻ പോകണം. ആരെയും സഹായിച്ച് എനിക്ക് സമയം കളയാൻ വയ്യ. ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോയി നമ്മുടെ ജീവൻ ആപത്തിലാകും. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഇപ്പോൾ? പോകാം, കളിക്കാൻ സമയമായി. ഇത് കേട്ടപ്പോൾ 3 പേരും അവിടെ നിന്നും പോയി. ചോട്ടുവിന്റെ ഈ പെരുമാറ്റത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇതു പറഞ്ഞ ലംബുമാൻ ടീനു പക്ഷിയുടെ മുട്ട ആ കുഴിയിൽ നിന്നും എടുത്തു. നന്ദി ലംബുമാനെ. ലംബുമാൻ ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയായിരുന്നു. അവൻ ചിന്തിക്കാനും തുടങ്ങി. അപ്പോൾ നീലദേവത പ്രത്യക്ഷപ്പെട്ടു. ലംബുമാനെ, എന്തു പറ്റി? നീ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ഞാൻ ചോട്ടുവിന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. അവൻ ജോലി ചെയ്യാൻ വളരെ മടിയനാണ്. എന്നാൽ കളിക്കാൻ ഉത്സാഹവും. ദിവസം മുഴുവനും ഇങ്ങനെ തന്നെയാ. ആരെങ്കിലും സഹായിക്കാനോ അവന് സമയവും കിട്ടാറില്ല. അതോടൊപ്പം എന്നെപ്പോലുള്ള മൃഗങ്ങളെ മണ്ടന്മാരുമാക്കുന്നു. അപ്പോൾ ദേവത അവനെ ശാന്തഭാവത്തിൽ നോക്കി പറഞ്ഞു, സമയമാകുമ്പോൾ എല്ലാവർക്കും അവരവരുടെ ശിക്ഷ കിട്ടും. അവൻ നിന്നെ പോലെ ഒരു നല്ല മൃഗമായും മാറും. ഇതു പറഞ്ഞ ദേവത അപ്രത്യക്ഷമായി. അടുത്ത ദിവസം ചോട്ടുമാൻ ചിങ്കു ആനയോടൊപ്പം കളിക്കുകയായിരുന്നു. പെട്ടെന്ന് മോണ്ടു കുരങ്ങൻ അവിടേക്ക് വന്ന് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ അറിഞ്ഞോ? കാട്ടിൽ ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു. എന്താ വേട്ടക്കാരനോ? കൊള്ളമല്ലോ. നീ ഇത് ഇപ്പോൾ വന്ന് പറഞ്ഞത് നന്നായി. വാ പോകാം, അവനെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് പോകാം. അവർ 3 പേരും പോവാനൊരുങ്ങിയപ്പോൾ ലംബുമാൻ പുറത്തേക്ക് വന്ന് പറഞ്ഞു, ചോട്ടു, വേട്ടക്കാരനെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അവൻ നിങ്ങളെ വേട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ എതിർത്ത് പറയുന്നത്? ഞങ്ങൾ അവനെ ശല്യം ചെയ്ത് ഈ കാട്ടിൽ നിന്ന് തന്നെ തുരത്തി ഓടിക്കും. ഞാൻ നിന്നോട് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട എന്നാ. വാ, ഗുഹയിൽ വന്ന് കിടന്ന് ഉറങ്ങ്. രാത്രിയാകാൻ പോകുന്നു. ചോട്ടുമാൻ തന്റെ കൂട്ടുകാരെ ചൂണ്ടിക്കാണിച്ചു. പിന്നെ മിണ്ടാതെ ഗുഹയ്ക്കകത്തേക്കും പോയി. രാവിലെ ലംബുമാൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ചോട്ടുമാൻ ഗുഹയിൽ നിന്നും വെളിയിൽ വന്ന് തന്റെ കൂട്ടുകാരോടൊപ്പം വേട്ടക്കാരന്റെ ക്യാമ്പിലേക്ക് വന്നു. വേട്ടക്കാരൻ അപ്പോൾ ചൂട് കായുകയായിരുന്നു. അവനെ ഒന്ന് നോക്ക്. ഈ തണുപ്പ് കാലാവസ്ഥയിൽ തീയുടെ മുൻപിലിരുന്ന് ചൂട് കായുകയാ. നമുക്ക് ശല്യം ചെയ്യാൻ തുടങ്ങാം. ഇങ്ങനെ പറഞ്ഞ് അവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ആനയും ചോട്ടുമാനും 2 പേരും അയാളുടെ മുൻപിൽ പോയി നിന്നു. ആഹാ, കൊള്ളമല്ലോ. 2 വേട്ട ഇപ്പോൾ തന്നെ തുടങ്ങിയേക്കാം. ഇതു പറഞ്ഞ് അയാൾ തന്റെ അമ്പ് ഉയർത്തി. അപ്പോൾ മോണ്ടുകുരങ്ങൻ മരത്തിലിരുന്ന് അയാളെ കല്ലെടുത്തെറിഞ്ഞു. അയാളുടെ തലയിൽ കല്ല് വീണപ്പോൾ ചോര വരാനും തുടങ്ങി. വേട്ടക്കാരനപ്പോൾ ദേഷ്യം വന്നു. അയാൾ അമ്പെയ്യാനും തുടങ്ങി. 3 പേരും 3 ദിശയിലേക്കും ഓടി. വേട്ടക്കാരനപ്പോൾ കണ്ടു, കുറെ ദൂരെയായി തന്റെ കൺമുൻപിൽ ചോട്ടുമാൻ നിൽക്കുന്നു. അവൻ ആ ദിശയിലേക്ക് അമ്പും എയ്തു. അമ്പ് തീയുടെ മുകളിൽ കൂടി പോയപ്പോൾ അതിലും തീ പിടിച്ചു. ചോട്ടുമാൻ അതിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു ദിശയിലേക്ക് ഓടി. എന്നെ ഉന്നം വയ്ക്കാൻ മാത്രം വലുതായോ നീ?
അങ്ങനെ പോയ അമ്പ് കുറ്റിക്കാട്ടിൽ തീ പിടിപ്പിച്ചു. ഉണങ്ങിക്കിടന്ന കുറ്റിക്കാട്ടിൽ പെട്ടെന്ന് തീ ആളിക്കത്താൻ തുടങ്ങി. അയ്യോ, ഇതെന്താ പറ്റിയത്? ഇവിടെയൊക്കെ തീ കത്താൻ തുടങ്ങി. തീ 4 ദിശയിലേക്കും പടർന്നു. അയ്യോ ദൈവമേ, ഇവിടെ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ. വേട്ടക്കാരൻ തന്റെ സാധനങ്ങളുമായി അവിടെ നിന്നും ഓടാൻ തുടങ്ങി. തീ പതുക്കെ പതുക്കെ ആളിക്കത്താൻ തുടങ്ങി. അതിനിടയിൽ ചോട്ടുമാനും അകപ്പെട്ടുപോയി. അവന്റെ 2 സുഹൃത്തുക്കളോ തീയിൽ നിന്നും മാറി സുരക്ഷിതരായി നിന്നു. എന്റെ കൂട്ടുകാരെ, എന്താ നോക്കി നിൽക്കുന്നേ? എന്നെ വേഗം രക്ഷിക്കേ, അല്ലെങ്കിൽ തീ എന്റെ നേരെ വരും. ചോട്ടുമാനെ, നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ തീയിലേക്ക് ഇറങ്ങി വന്നാൽ ഞങ്ങളും തീ പിടിച്ച് ചാകും. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ സുഹൃത്താ. നിങ്ങൾ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരെ രക്ഷിക്കാനാണ്? ആ, അത് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ നീ കള്ളം പറയുകയാ. നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, ആരെങ്കിലും സഹായിക്കാൻ പോകുന്നതിന്റെ ഇടയിൽ നമ്മൾ തന്നെ മരിച്ചു പോയാലോ? ഇങ്ങനെ പറഞ്ഞ് 2 പേരും അവിടെ നിന്നും പോയി. അപ്പോൾ ചോട്ടുമാനിന് തന്റെ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. തീ പതുക്കെ പതുക്കെ അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവനപ്പോൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടാനും തുടങ്ങി. അവൻ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം നഷ്ടമായി. അപ്പോൾ അവൻ ഒരു ശബ്ദവും കേട്ടു. ചോട്ടു, നീ എവിടെയാണ്? ചോട്ടു, അയ്യോ, ഇത് ചേട്ടന്റെ ശബ്ദമാണല്ലോ. ചേട്ടാ, ഞാൻ ഇവിടെയുണ്ട്. ചോട്ടുവിനെ ആ തീയുടെ ഇടയിൽ കണ്ടപ്പോൾ ലംബുമാനിന്റെ ഹൃദയം തകർന്നു. ചോട്ടു, നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ നിന്നെ രക്ഷിക്കാൻ വരാം. വേണ്ട ചേട്ടാ, ചേട്ടനിപ്പോൾ അകത്ത് വന്നാൽ തീ പിടിച്ച് ചേട്ടനും ചാകും. ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഇല്ല, ഞാൻ നിന്നെ മരിക്കാൻ വിടില്ല. ഇങ്ങനെ പറഞ്ഞ് ലംബുമാൻ അവിടെ നിന്നും വേഗത്തിൽ ഓടി വന്നു. അവൻ തീയെ വകവയ്ക്കാതെ ചോട്ടുമാനിന്റെ അടുത്തേക്ക് പോയി. അയ്യോ ചേട്ടാ, ചേട്ടന് പൊള്ളലേറ്റു. ഇത് നോക്കി നിൽക്കാനുള്ള സമയമല്ല ചോട്ടു. നീ വേഗം എന്റെ തോളത്ത് കയറ്, അല്ലെങ്കിൽ നമ്മൾ 2 പേരും മരിക്കും. ചോട്ടു വേഗത്തിൽ ലംബുവിന്റെ തോളിലേക്ക് കയറി. ലംബുമാനും തിരിച്ചു ഓടി. 2 പേരും ഉറക്കെ അലറിക്കൊണ്ട് തീയിൽ നിന്നും പുറത്തേക്ക് ഓടി. 2 പേരും ചെറിയ പരിക്കുകളോടെ തീയിൽ നിന്നും പുറത്തേക്ക് വന്നു. ചോട്ടു ലംബുവിന്റെ തോളത്തായിരുന്നു. അതുകൊണ്ട് അവന് ഒരു പരിക്കുമില്ലായിരുന്നു. എന്നാൽ ലംബുമാനിന് നല്ല രീതിയിൽ പൊള്ളലേറ്റിരുന്നു. അവൻ ക്ഷീണിച്ച് തറയിലിരുന്നു. ചേട്ടാ, ചേട്ടന് ഒരുപാട് പൊള്ളലേറ്റു. ചേട്ടൻ എത്രത്തോളം ബുദ്ധിമുട്ടി. എന്നാൽ എന്റെ കുഞ്ഞനുജൻ രക്ഷപ്പെട്ടല്ലോ. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചോട്ടുമാൻ തന്റെ ചേട്ടന്റെ അരികിലിരുന്ന് ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് മൃഗങ്ങളും അവിടെ ഒത്തുകൂടി. ഞാൻ ചേട്ടന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഇന്ന് വരികയില്ലായിരുന്നു. എന്റെ 2 സുഹൃത്തുക്കളും എന്നെ മരണത്തിന് വിട്ടുകൊടുത്തു. ഇപ്പോൾ താങ്കളുടെ ഈ അവസ്ഥയ്ക്ക് ഞാനും കാരണക്കാരനായി. അയ്യോ ദൈവമേ, എനിക്കെന്റെ തെറ്റുകൾ നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ. അപ്പോൾ നീലദേവതയും പ്രത്യക്ഷപ്പെട്ടു. അവർ അപ്പോൾ മാന്ത്രിക വടിയെടുത്ത് ലംബുവിന് നേരെ മായാജാലം ചെയ്തു. ലംബുമാൻ അപ്പോൾ തന്നെ ഭേദമായി എഴുന്നേറ്റ് നിന്നു. ചേട്ടാ, ചേട്ടന് ഭേദമായി. ചോട്ടുമാൻ തന്റെ സഹോദരനെ പോയി കെട്ടിപ്പിടിച്ചു. പിന്നെ ദേവതയോട് പറഞ്ഞു, താങ്കൾക്ക് ഒരുപാട് നന്ദി നീലദേവതേ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. നിന്റെ ചേട്ടൻ ഈ കാട്ടിലെ മൃഗങ്ങളെ സഹായിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ ജോലിയും അവൻ എളുപ്പമാക്കി. അതുകൊണ്ട് ഇവനെ സഹായിക്കാൻ ഞാൻ വരാതിരിക്കുമോ? ഇങ്ങനെ പറഞ്ഞ് ദേവത ലംബുവിനെ നേരെ നോക്കി ഒന്നും മിണ്ടാതെ കണ്ണിറുക്കി കാണിച്ചു. അന്നു മുതൽ ചോട്ടുമാനിന്റെ പെരുമാറ്റം ഒരുപാട് മാറി. അവൻ ചേട്ടൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളെയും സഹായിക്കാൻ തുടങ്ങി. പിന്നെ നല്ല മൃഗങ്ങളുമായും കൂട്ടുകൂടി. എന്നാൽ ലംബുമാനിനെ ഭേദമാക്കിയതിനു ശേഷം ദേവത എന്തിനാണ് കണ്ണിറുക്കിയത്? അതിന്റെ പിന്നിൽ എന്ത് രഹസ്യമാണുള്ളത്? നിങ്ങൾക്കാർക്കെങ്കിലും അത് മനസ്സിലായെങ്കിൽ ഉറപ്പായും കമന്റിൽ അത് പറയൂ. കൊക്കുചേട്ടാ, ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. പറയൂ, എന്താണ്? ചേട്ടാ, നമ്മുടെ പക്ഷിയിനത്തിൽ ആർക്കും വെള്ളത്തിൽ നീന്താൻ കഴിയില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? പരിശ്രമിച്ചാൽ എന്തു വേണമെങ്കിലും നേടാം. അധ്വാനത്തിന്റെ ഫലം. റിംജിം പറവ താറാവിനൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഒരു താറാവ് അവളെ കളിയാക്കാൻ തുടങ്ങി. റിംജിം, നിനക്ക് കാറ്റിൽ പറക്കാൻ കഴിയും, അതുപോലെ തറയിൽ നടക്കാനും കഴിയും. പക്ഷെ ഞങ്ങളെപ്പോലെ നദിയിൽ നീന്താൻ കഴിയില്ല. ഇല്ല, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. കഠിനമായി പ്രയത്നിച്ചാൽ എന്തും നടക്കും.
ഓഹോ, അങ്ങനെയാണോ? നിന്റെ കഠിന പ്രയത്നത്തിൽ അത്ര വിശ്വാസമുണ്ടെങ്കിൽ വാ, ഞങ്ങളെ പോലെ നീന്തി കാണിക്ക്. നീ നോക്കിക്കോ, ഒരു ദിവസം വെള്ളത്തിൽ തീർച്ചയായും ഞാൻ നീന്തി കാണിക്കും. അങ്ങനെ പറഞ്ഞ് റിംജിം അവിടുന്ന് പോയി. അതിനെക്കുറിച്ച് ചിന്തിച്ച് അവൾ വിഷമിച്ച് മരത്തിന്റെ ചില്ലയിലിരിക്കുമ്പോൾ ചുൻമുൻ അവിടേക്ക് വന്നു. റിംജിം, എന്തു പറ്റി നിനക്ക്? എന്താ നീ ഇത്ര വിഷമിച്ചിരിക്കുന്നത്? ഞാൻ എന്താ ചിന്തിക്കുന്നെങ്കിൽ ഈ കാട്ടിലുള്ള ചില പറവകൾക്ക് ഒരുപാട് അഹങ്കാരം കൂടിയല്ലേ? പക്ഷേ നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ആറ്റിൻകരയിൽ കുറച്ച് താറാവുകളില്ലേ? അതിൽ ജിൽമിൽ എന്നൊരു താറാവില്ലേ? അതിൽ എന്നെ നോക്കി ഒരുപാട് കളിയാക്കി. അതെന്തു പറഞ്ഞു? അത് പറഞ്ഞു എനിക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കഷ്ടപ്പെട്ട് പ്രയത്നിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ വെള്ളത്തിൽ നീന്തി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ അവൾ എന്തിനാ പറഞ്ഞേ? എന്തെന്നാൽ നമുക്ക് ആകാശത്ത് പറക്കാൻ കഴിയും, തറയിൽ നടക്കാൻ കഴിയും, നമുക്ക് വെള്ളത്തിൽ നീന്താനേ കഴിയില്ല. നീ പറഞ്ഞിട്ട് വന്നത് തീർച്ചയായും ചെയ്ത് കാണിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇവിടെ നോക്ക്, അവൾ നമ്മുടെ പക്ഷീനത്തെ വിലവെക്കില്ല. അങ്ങനെയെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് നന്നായി അറിയാം. ഈ കാട്ടിൽ കൂടുതൽ വേഗതയുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ അത് കൊക്ക് മാത്രമാണ്. നമുക്ക് അതിനോട് ചെന്ന് സഹായം ചോദിക്കാം. അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കും. പക്ഷെ കൊക്ക് ഇപ്പോ എവിടെ കിട്ടും? എനിക്കറിയാം. നീ മിണ്ടാതെ എന്റെ ഒപ്പം ഒരു സ്ഥലത്തേക്ക് വാ. തീർച്ചയായും കൊക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തീർച്ചയായും തരും. റിംജിം ചുൻമുനിന്റെ ഒപ്പം ആ കൊക്കിനെ കാണാനായി വന്നു. കൊക്കുചേട്ടാ, കൊക്കുചേട്ടാ, ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഓ, പറയൂ, എന്താണ്? ചേട്ടാ, നമ്മുടെ പക്ഷീനത്തിൽ ആർക്കും വെള്ളത്തിൽ നീന്താൻ കഴിയില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? പരിശ്രമിച്ചാൽ എന്തു വേണമെങ്കിലും നേടാം. അപ്പോ റിംജിം പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ ഒരുപാട് ആഗ്രഹമാകുന്നു. അതിന് കൊക്ക് ചിരിച്ചു. ഇതിനെക്കുറിച്ച് ചിന്തിച്ചാണോ നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നത്? നിങ്ങളിപ്പോൾ എന്റെ അടുത്ത് എത്തിയില്ലേ? ഞാൻ ഉറപ്പായും നിങ്ങളെ സഹായിക്കാം. റിംജിം ചുൻമുൻ ഒരുപാട് സന്തോഷിച്ചു. പിന്നെ അവർ പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾക്കും അപ്പ വെള്ളത്തിൽ നീന്താൻ പറ്റുമോ? അതെ അതെ, നിങ്ങൾക്കും നീന്താൻ സാധിക്കും. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് അധ്വാനിക്കണം. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാണോ? ആ ചേട്ടാ, തീർച്ചയായും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോ കൊക്ക് അതിന്റെ കാലുകൊണ്ട് റിംജിമിനെ പിടിച്ച് എടുത്തുകൊണ്ട് പോയി. അതിനെ വെള്ളത്തിൽ മുക്കി. കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തു. അയ്യോ ചേട്ടാ, നിങ്ങൾ എന്ത് ചെയ്യാ? എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ശ്വാസം അങ്ങനെ വലിച്ചു പിടിച്ചു വെച്ചു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെള്ളത്തിൽ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശ്വാസം പിടിച്ചു വെക്കുന്നുവെന്ന്. നിങ്ങൾ നാളെ എന്റെ അടുത്തേക്ക് വരൂ. ഇന്ന് രാത്രി മുഴുവനും നിങ്ങൾ പരിശീലിക്കണം. ശരി കൊക്ക് ചേട്ടാ, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് പറന്നുപോയി. അടുത്ത ദിവസം റിംജിം കൊക്കിന്റെ അടുത്തേക്ക് വന്നു. ചേട്ടാ, ഞാൻ വന്നു. ഇപ്പൊ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരൂ. നോക്കു റിംജിം, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്തേ പറ്റൂ. ഞാൻ എന്ത് പണി ചെയ്യണം ചേട്ടാ, പറയൂ. നദിയുടെ അടുത്തായി ഒരു മാവ് നിൽപ്പില്ലേ? നദിക്ക് മുകളിലായി അതിന്റെ ഒരു ശിഖരം നിൽപ്പുണ്ട്. അതിൽ ഒരു മാമ്പഴവും നിൽപ്പുണ്ട്. അത് കാലുകൊണ്ട് പൊക്കി നീ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇതെനിക്ക് വളരെ എളുപ്പമായ പണി. ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ റിംജിം ആ സ്ഥലത്തേക്ക് പോയി. ആ നദിക്കടുത്ത് ചെന്ന്, ആഹാ, ഈ മരമാണോ? ആ മരം. ഇല്ല ഇല്ല, ഈ മരം. അയ്യോ, ഏത് മരം ഇത്? ഇതോ ഈ മരം. ഞാൻ ശരിയായ മരത്തിനടുത്താണ് വന്നത്. ഇപ്പൊ ഈ മാമ്പഴം പിടിച്ചു കൊണ്ടുപോകണം, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞ് ആ മാമ്പഴം അതിന്റെ കാലുകൊണ്ട് പിടിച്ചു. അപ്പൊ ആ മാമ്പഴത്തിന്റെ കാല് ഒട്ടി. ആ മാമ്പഴത്തിന്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് അത് വെള്ളത്തിലേക്ക് അങ്ങനെ വീഴാൻ പോയി. അതോടൊപ്പം ഇപ്പൊ റിംജിമും വെള്ളത്തിനകത്തേക്ക് പോയി. അവൾ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് തന്നെ ചെന്നു. അത് വെള്ളത്തിനുള്ളിൽ പോയി തന്റെ ശ്വാസം പിടിച്ചു വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ചിറക് ആട്ടിയാട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ചു സമയത്തിൽ മുകളിൽ വന്നു. അതങ്ങനെ മുകളിൽ വന്നതും കൊക്ക് അതിന്റെ കാലുകൊണ്ട് പിടിച്ചതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കാലും അത് മാമ്പഴവും വേർതിരിച്ചെടുത്തു. ചേട്ടാ, ഞാൻ മാമ്പഴം പറിച്ചപ്പോൾ അതിൽ ആരാണ് ഗം ഒട്ടിച്ചത് എന്ന് എനിക്കറിയില്ല. എന്റെ കാലതിലൊട്ടിപ്പോയി.
റിംജിം, അത് ഞാൻ വെച്ചതല്ല. നീ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ നിന്റെ ചിറകുകൾ നീ വേഗത്തിൽ അടിക്കണം. കാരണം നീന്താനായി നമ്മുടെ ചിറകുകൾ നമ്മൾ വേഗത്തിൽ അടിക്കണം, പറക്കുന്നതിനേക്കാൾ വേഗത്തിൽ. ഇപ്പോൾ കണ്ടോ, ഇത്രയും ഭാരം നീ ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ആഹാ, അതെ ചേട്ടാ, എനിക്കതിന്റെ ഓർമ്മ പോലും വന്നില്ല. ഞാൻ ശരിക്കും വെള്ളത്തിൽ നിന്ന് മുകളിൽ വന്നു. അങ്ങനെയെങ്കിൽ എനിക്കിപ്പോ നീന്തലും വന്നോ? അതെ, നിനക്കിപ്പോൾ നീന്താവുന്നതാണ്. ഞാൻ ഒരു തവണ വീണ്ടും ചെയ്തു നോക്കട്ടെ. ആ, ചെയ്തു നോക്ക്. അത് കഴിഞ്ഞ് റിംജിം നദിയിലിറങ്ങി. ചില സമയത്ത് മലർന്നു കിടന്ന്, ചില സമയത്ത് അങ്ങനെ നേരെ ചെന്ന്. അങ്ങനെ അത് നദിയിൽ നീന്തുന്നത് കണ്ട് ആ താറാവ് പറഞ്ഞു, റിംജിം ശരിക്കും കഠിനപ്രയത്നി തന്നെ. അതിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് തീർച്ചയായും യാതൊന്നുമല്ല. അപ്പ കൊക്ക് പറഞ്ഞു, പരിശ്രമിച്ച് അധ്വാനിച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആകാം. അത് റിംജിം തെളിയിച്ചിരിക്കുന്നു.